ഹലോ, നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്ന ഒരു ലെസൺ ആണ് ദോ ഭായി, രണ്ട് സഹോദരന്മാര്. ഓക്കെ, അപ്പൊ നമ്മളെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ദോ ഭായി थे, രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. ബഡേ की शादी हो गई थी, ബഡേ की शादी हो गई थी, മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. हो गई थी past tense. उसके दो बच्चे भी थे, उसके दो बच्चे भी थे, അവന് രണ്ട് കൊച്ചുങ്ങൾ ഉണ്ടായിരുന്നു. छोटा कुंवारा था, छोटा कुंवारा था മീൻസ് താഴെയുള്ള അനിയൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. दोनों भाई साझा खेती करते थे, രണ്ടുപേരും കൃഷിയായിരുന്നു ചെയ്തിരുന്നത്. एक बार उनके खेत में गेहूं की फसल पक कर तैयार हो गई थी, एक बार उनके खेत में ഒരു പ്രാവശ്യം അവരുടെ പാടത്ത് ഗേഹു की फसल, ഗേഹു की फसल എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോതമ്പിന്റെ ഇത് റെഡി ആയിരുന്നു. ഗോതമ്പിന്റെ खेती ചെയ്തിട്ട് റെഡി ആയിരുന്നു. दोनों ने मिलकर फसल काटी और गेहूं तैयार की, दोनों ने मिलकर फसल काटी, രണ്ടുപേരും കൂടി ചേർന്ന് എല്ലാം നമ്മുടെ ഈ ഗോതമ്പിന്റെ खेती എല്ലാം കട്ട് ചെയ്ത് गेहूं तैयार किया, गेहूं तैयार हो गया. गेहूं എന്ന് പറയുമ്പോൾ ഗോതമ്പ് റെഡിയായി. इसके बाद दोनों ने आधा आधा गेहूं बांट लिया, അത് കഴിഞ്ഞ് രണ്ടുപേരും പകുതിശ ഈ ഉണ്ടായ ഗോതമ്പ് നെല്ല് പകുതി ഷെയർ ചെയ്തു, പങ്കുവെച്ചു. अब गेहूं ढोकर घर ले जाना बचा था, ഇനിയിപ്പോ അത് വീട്ടിൽ കൊണ്ടുപോകണമായിരുന്നു ബാക്കിയുള്ള പണി. പങ്കുവെച്ചായിരുന്നു. ഇപ്പൊ 10 കിലോ ഒരാൾക്കുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് 10 കിലോ അങ്ങനെ പങ്കുവെച്ചായിരുന്നു. इसलिए काम अगले दिन ही होना था, അപ്പൊ രാത് ഹോ ഗയി थी, അപ്പൊ രാത്രിയായിരുന്നു. അത് കാരണം इसलिए അടുത്ത ദിവസമായിരുന്നു काम होना था, अगले दिन ही काम होना था. रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रखना था, रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रखना था. രാത്രി നമ്മുടെ ഈ നെല്ല് പാകം ചെയ്തത് എന്താ പറയുന്നേ ശരിയാക്കി ഇത് കുഴപ്പമില്ലാതെ വെക്കാൻ അവിടെ തന്നെ വെക്കണമായിരുന്നു. दोनों को भूख भी लगी थी, उन्होंने बारी बारी से खाने का सोचा, രണ്ടുപേർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും ഓരോരുത്തരായിട്ട് ആഹാരം കഴിക്കാന്ന് ബാരി സെ ഓരോരുത്തരായിട്ട് ആഹാരം കഴിക്കാൻ ആലോചിച്ചു. पहले बड़े भाई खाना खाने घर गया, ആദ്യം മൂത്ത ആള് വീട്ടിൽ പോയി. छोटा भाई खलिहान पर ही रुका था, താഴെ ആള് ആ നെല്ല് നോക്കി അവിടെ തന്നെ നിന്നു, ആ പാടത്ത് ഈ നെല്ല് ശേഖരിച്ച സ്ഥലത്ത് തന്നെ നിന്നു. वह सोचने लगा भाई की शादी हो गई है, उसका परिवार, इसलिए उन्हें ज्यादा गेहूं की जरूरत होगी. वह सोचने लगा, അവൻ ആലോചിക്കാൻ തുടങ്ങി. താഴെയാൾ भाई की शादी हो गई है, ചേട്ടന്റെ കല്യാണം കഴിഞ്ഞതാണ്, उसका परिवार है, അവനൊരു ഫാമിലി ഉണ്ട്, इसलिए അത് കാരണം उन्हें ज्यादा गेहूं की जरूरत होगी, അത് കാരണം അവന് കൂടുതൽ നെല്ലിന്റെ ആവശ്യമുണ്ടാകും, ഗോതമ്പിന്റെ ആവശ്യമുണ്ടാകും. यह सोचकर उसने अपनी ढेर से कई टोकरी गेहूं लेकर बड़े भाई वाले ढेर में मिला दिया. അത് കാരണം അത് ആലോചിച്ചിട്ട് यह सोचकर അവൻ अपने ढेर से അവന്റെ ചാക്കിനകത്ത് ഇരിക്കുന്നതിനകത്ത് കൈ ടോക്കരി ഗേഹു ലേക്കർ കുറെ കൊട്ട ഈ നമ്മുടെ നെല്ല് ഗോതമ്പ് നെല്ല് എടുത്തിട്ട് ബഡേ ഭായി വാലെ ഢേർ മേ ഡാൽ ദി, മൂത്ത ചേട്ടന്റെ പോർഷൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അതിനകത്ത് കൊണ്ടിട്ടു. ബഡാ ഭായി തോടി ദേർ മേ ഖാക്കർ ലോട്ട, കുറച്ചു നേരം കഴിഞ്ഞപ്പോ ബഡാ ഭായി തോടി ദേർ മേ ഖാക്കർ ലോട്ട, മൂത്ത ചേട്ടൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കഴിച്ചിട്ട് വന്നു. छोटा खाना खाने घर पर चला गया, ചെറുത് വീട്ടിലോട്ട് പോയി. बड़ा भाई सोचने लगा मेरा तो परिवार है, बच्चे है, वे मेरा ध्यान रखते हैं, लेकिन छोटे भाई का अकेला है. अब बड़ा भाई सोचने लगा, മൂത്ത ചേട്ടൻ ഓർത്തു, ആലോചിക്കാൻ തുടങ്ങി, എനിക്കൊരു ഫാമിലി ഉണ്ട്, പിള്ളേരുണ്ട്, എന്നെ നോക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ അവൻ ഒറ്റയ്ക്കാണല്ലോ, അവനെ നോക്കാൻ ആരുമില്ല. उसे देखने कोई नहीं है, उसे देखने वाला कोई नहीं है, അവനെ നോക്കാൻ ആരുമില്ല. उसे ज्यादा गेहूं की जरूरत है, അവനായിരിക്കും കൂടുതൽ നെല്ലിന്റെ ആവശ്യം, കാരണം വിറ്റ് കാശുണ്ടാക്കാലോ. उसने अपने ढेर से उठाकर कई टोकरी गेहूं छोटे भाई वाले गेहूं के ढेर में मिला दिया.
അപ്പം ഈ ചെറിയ ഈ മൂത്ത ആൾ എന്ത് ചെയ്തു, ഇവൻ കുറെ നെല്ല് വാരിയിട്ട് അനിയന്റെ ചാക്കനകത്ത് കൊണ്ട് ശേഖരിച്ചു. അപ്പോ ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദോ ഭായ് എന്ന് പറഞ്ഞിട്ടുള്ള കഥയുടെ കവിതയാണിത്. അപ്പോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. बड़े दो भाई थे, बड़े की शादी हो गई थी, उसके 2 बच्चे भी थे, छोटा कुंवारा था, दोनों भाई साझा खेती करते थे। इन वाक्यों में था, थे, थी शब्द क्या अर्थ प्रदान करते हैं? ഇതിനകത്ത് ഥായും തേയും തീയും ഉണ്ട്. അതിന്റെ അർത്ഥം എന്താന്നാണ് ചോദിക്കുന്നത്. ഇസ് വാക്യോമേ കഹാനി സെ ऐसे वाक्य को पहचान कर लिखे. കഥയിൽ നിന്ന് ഇങ്ങനത്തെ വാക്കുകൾ നോക്കി താഴോട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത കഹാനി कैसी रही, अब यह अंश पढ़े. എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഥ? और रात को दोनों फसल की रखवाली के लिए खलिहान पर ही रुकना था. दोनों को भूख लगी थी, उन्होंने बारी बारी से खाने को सोचा. पहले बड़े भाई खाना खाने घर पे गए, छोटा भाई खलिहान पे ही रुका हुआ सोचने लगा भाई की शादी हो गई है, उसका परिवार है, इसलिए उसे ज्यादा गेहूं की जरूरत हो गया. सोचकर उसने अपने ढेर से कई टोकरी गेहूं लेकर बड़े वाले के ढेर में मिला दी. बड़ा भाई थोड़ी देर में खाकर लौटा. बहुत संवाद तथा विचार जोड़कर इस अंश का पूरा लेखन लिखे. ഇതിന്റെ മീനിങ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കുറെ ചിത്രങ്ങളുണ്ട്. ഒരു അപ്പാപ്പ കട്ടേമേരിക്കുന്നു, വെള്ളം കൊടുക്കുന്നു, വെള്ളം കുടിക്കുന്നു. ദാദാജിനെ പഹലെ മുർझाए पौधों को पानी दिया, इससे क्या संदेश मिला? ഇവരെ ഈ ദാദാജി പടത്തിനകത്ത് ഈ ഉണങ്ങിയെടുക്കുന്ന ഈ നമ്മുടെ ഈ തയ്യിന് വെള്ളം കൊടുത്തു. അതുകൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാവുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ലड़की और दादाजी के बीच में क्या बातचीत हुई होगी? അപ്പൊ ഇവർ രണ്ടുപേരും എന്താണ് സംസാരിച്ചത്? ഈ കൊച്ചും ഈ കൊച്ചിന്റെ മുത്തച്ഛനും. അതാണ് ഇവിടെ എഴുതേണ്ടത്. ലിഖേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഗുബ്ബാരെ കോ പക്കടേ, खलिहान, फूल, भाई, बड़ा पेड़ वहां, वह मुरझाया है, सुंदर खेत पर आंगन, कुंवारा था. ഇതൊരു എക്സസൈസ് ആണ്. ഗുബ്ബാറോ സെ അധികാധിക് വാക്യ ബനായേ, സെന്റൻസ് ഉണ്ടാക്കണം. ആ ബലൂണിനകത്തുള്ളതെല്ലാം സെന്റൻസ് ഉണ്ടാക്കണം. പിന്നെ ഇവിടെ പറയാൻ വരുന്ന മീനിങ്സ് ആണ്. അക്കേല, അക്കേല എന്ന് പറയുമ്പോ എന്നാ? തനിച്ച്, എലോൺ. ഓക്കെ, അക്കേല. ആധ, ആധ എന്ന് പറയുമ്പോ പകുതി, ഹാഫ്. ഇൻസാനിയത്, ഇൻസാനിയത് എന്ന് പറയുമ്പോ ഹ്യൂമാനിറ്റി, നമ്മള് ഒരു മനുഷ്യത്വം എന്ന് പറയുന്നു, അതാണ്. കുമാര, കുമാര എന്ന് പറയുമ്പോ കല്യാണം കഴിക്കാത്ത ആള്, ബാച്ചിലർ. അവിവാഹിതൻ. ഖത്തം, ഖത്തം എന്ന് പറയുമ്പോ ഫിനിഷ്ഡ്, എൻഡായി, അവസാനിച്ചു. ഖലിഹാൻ, ഖലിഹാൻ എന്ന് പറയുമ്പോ കളപ്പുര, ബാൻ. ഖേത്തി, ഖേത്തി എന്ന് പറയുമ്പോ കൃഷി ചെയ്യുക, ഫാർമിംഗ് ചെയ്യുക. ഗേഹു എന്ന് പറയുമ്പോ ഗോതമ്പ്. ഘടിയ, ഘടിയ മണിക്കൂറുകൾ, അവേഴ്സ്. ഘൂർ, ഘൂർ എന്ന് പറയുമ്പോ ഭയാനകമായ. ചോർ, ചോട്ട്, മുറിവ്. മുറിവ് എന്ന് പറയുമ്പോ ചോട്ടിലങ്ങാന്ന് പറയുമ്പോ മുറിവ്. വൂണ്ട്, മുറിയ, എന്തെങ്കിലും ചെയ്യ. ജംകർ, കൂടിച്ചേർന്ന്. സോൾഡിഫൈഡ്. ഓക്കെ, ജംകർ, ഇങ്ങനെ കട്ട പിടിക്കുക, അങ്ങനത്തെ അർത്ഥത്തില്. ജറൂറത്ത്മന്ദ്, ജറൂറത്ത്മന്ദ് എന്ന് പറയുമ്പോ എന്തെങ്കിലും ആവശ്യമുള്ള ഒരു മനുഷ്യനെ പറയാം. ജറൂറത്ത്മന്ദ് ആണ്, കാശിന് ആവശ്യമുണ്ട്, ആവശ്യക്കാർ. ഓക്കെ, നീഡി. ജാൻ, ജാൻ, ജാൻ എന്ന് പറയുമ്പോ നമ്മുടെ ലൈഫ്, ജീവൻ. ടപ്കാദേന, ടപ്കാദേന എന്ന് പറയുമ്പോ വീഴ്ത്തി കളയുക, വെള്ളം വീഴ്ത്തി കളയോ, അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ നിന്ന് വീഴ്ന്നു പോകുമ്പോ ടപ്കാദേന എന്ന് പറയും, വീഴ്ത്തുക. ടു ഡ്രോപ്പ്. ടോക്രി, ടോക്രി എന്ന് പറയുമ്പോ ചെറിയൊരു കൊട്ട. ഢേർ, കുമ്പാരം, ഹീപ്പ്. ഢേർ എന്ന് പറയുമ്പോ ഈ നെല്ലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ മോളിക്ക് ആയിട്ട് ഇങ്ങനെ റൂമിനകത്തൊക്കെ ഇങ്ങനെ ശേഖരിച്ചു വെക്കില്ലേ, അതാണ് ഢേർ എന്ന് പറയാം. ധോക്കർ, ധോക്ക എന്ന് പറയുമ്പോൾ ചുമന്ന് കൊണ്ടുപോകും. നമ്മുടെ പുറത്ത് എന്തെങ്കിലും സാധനം വെച്ച് നമ്മൾ കൊണ്ടുപോകുന്നതിനാണ് പറയുന്നത് ധോക്കർ. തക്ലീഫ് എന്ന് പറയുമ്പോൾ വിഷമം, ബുദ്ധിമുട്ട്. തബാഹി, തബാഹി എന്ന് പറയുമ്പോൾ നശിച്ചു പോവുക, എല്ലാം നശിച്ചു പോയി എന്ന് പറയത്തില്ല. ഇപ്പൊ ഈ നമ്മുടെ വെള്ളപ്പൊക്കം വന്നപ്പോ എല്ലാം നശിച്ചു പോയി എന്ന് പറയില്ല, അതാണ്. പങ്കുടിയ, പങ്കുടിയ എന്ന് പറയുമ്പോ ഇതളുകൾ, ഇതള്. പങ്കുടിയ, ഫൂൽക്കി പങ്കുടിയ, പുഷ്പത്തിന്റെ ചെറിയ ഇതളുകൾ, പെറ്റൽസ്. ഓക്കെ. പരിവാർ എന്ന് പറയുമ്പോ ഫാമിലി, എല്ലാവർക്കും അറിയാം. പ്രളയം, പ്രളയം എന്ന് പറയുമ്പോ എന്താ? വെള്ളപ്പൊക്കം, ഫ്ലഡ് വരിക. ഫസൽ എന്ന് പറയുമ്പോ
फसल उगाना, विളവ്, क्रॉप, ഏത് ഫസലും ആവാം. गेहूं का फसल है, आटे का फसल है, सॉरी चावल का, भुट्टे का, എല്ലാത്തിന്റെയും ഫസലുണ്ട്. ബാട്ട് ലിയ, ബാട്ട് ലിയ എന്ന് പറയുമ്പോ പങ്കുവെച്ചെടുത്തു രണ്ടുപേരും കൂടിയിട്ട്. ബിഖർന, ചിതറുക, ബിഖർ ഗയ. അപ്പോ ഒരു ഗ്ലാസ് വീണ് പൊട്ടിപ്പോയ എന്നാ പറയുന്നത്? ബിഖർ ഗയ. ഭൂക്ക്, ഭൂക്ക് എന്ന് പറയുമ്പോ വിശപ്പ്. മുझे ഭൂക്ക് ലഗിയെ, എനിക്ക് വിശക്കുന്നു. മിസാൽ, മിസാൽ എന്ന് പറയുമ്പോ മാതൃക. മിസാൽ എന്ന് പറയുമ്പോ ഗാന്ധിജി ഏക് എന്താ പറയാ, ഗാന്ധിജി ഏക് അഹിംസ കെ മിസാൽ ഹെ, മീൻസ് നോൺ വയലൻസിന്റെ ഒരു മാതൃകയാണ് ഗാന്ധിജി. മുർജായ, മുർജായ എന്ന് പറഞ്ഞാൽ വാടി പോവാ. ഓ ഫൂൽ മുർജാ ഗയ, അല്ലെങ്കിൽ വാടിപ്പോയി. മോക്ക, മോക്ക എന്ന് പറയുമ്പോ അവസരം കിട്ടുക. മുझे मौका मिला था, मुझे पिक्चर देखने का मौका मिला, എനിക്ക് സിനിമ കാണാൻ അവസരം കിട്ടി. സേലാബ്, സേലാബ് എന്ന് പറയുമ്പോ വെള്ള പൊക്കം, സേലാബ്. സാഞ്ച, സാഞ്ച എന്ന് പറയുമ്പോ പാർട്ട്ണർഷിപ്പ്, സാझ, സാझ. ഓക്കെ, സാझ എന്ന് പറയുമ്പോ പാർട്ട്ണർഷിപ്പ്. അപ്പോ നിങ്ങൾക്ക് ഈ ലെസൺ നിങ്ങൾക്ക് ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.